പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ സർവസൃഷ്ടിതാവായ, സർവശക്തനായ, സർവവ്യാപിയായ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹിമപ്പെടുത്തുവാൻ നമുക്ക് തന്ന ദൈവകൃപയ്ക്കായി ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 2-5. യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഇച്ചിരി ലോങ് ആണ്, ലെങ്തിയാണ്, പക്ഷേ ഈ ഒരൊറ്റ പോർഷനാണത്. നമുക്കറിയാവുന്ന സുപരിചിതമായ ഒരു വചനമാണ്, മിക്കവർക്കും അറിയാവുന്ന വാക്കുമാണ്. ദൈവം അവന് മുൾപ്പടർപ്പിന്റെ നടുവിൽ ദൈവം അവന് പ്രത്യക്ഷനായി എന്നൊരു വാക്ക്, പ്രത്യക്ഷനായി. ഇതിന് ദൈവത്തിന്റെ തെയോഫനി, പ്രത്യക്ഷത എന്നാണ് പറയുക. ദൈവത്തിന്റെ തെയോഫനി. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രത്യക്ഷനാകുമ്പോൾ ശബ്ദമായിട്ടും ദൂതായിട്ടും ഒക്കെ പ്രത്യക്ഷമാകുമ്പോൾ, അബ്രഹാമിനോ മറ്റുള്ളവർക്കോ ഒക്കെ പ്രത്യക്ഷനാകുമ്പോൾ, മോശയ്ക്ക് ദൈവമായി, അതായത് ഞാനാകുന്നവനായി പ്രത്യക്ഷപ്പെടുന്ന ബൈബിളിലെ ആദ്യത്തെ കാഴ്ചയാണ് ഇതിന് പറയുന്നത് ദൈവത്തിന്റെ തെയോഫനി, ദൈവത്തിന്റെ പ്രത്യക്ഷത. അപ്പോ മോശ കാണുന്നത് മുൾപ്പടർപ്പ് തീ കൊണ്ട് കത്തുന്നു, പക്ഷെ വെന്തുപോകുന്നില്ല. ഒരു വിരോധാഭാസമായ കാര്യം. തീ അതിനെ ദഹിപ്പിക്കും, പക്ഷെ മുൾപ്പടർപ്പിനകത്ത് തീ പൊങ്ങുന്നു, പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകാത്ത ഈ ഭയങ്കര കാഴ്ച, ഈ വലിയ കാഴ്ച എന്ത് എന്ന് മോശ പറയുക, ഞാൻ ചെന്ന് നോക്കട്ടെ. ഇന്ന് വരെ കാണാത്ത വ്യത്യസ്തമായ ഒരു കാഴ്ച മോശ കാണുമ്പോൾ ദൈവം തമ്പുരാൻ മോശ വരുന്നത് കണ്ടിട്ട് ദൈവം മോശയോട്, മോശേ അടിയരിതാ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇതിനകത്ത് വലിയൊരു ചിന്ത ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലാം പറയാൻ സമയമില്ലെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവജനം ചിന്തിക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. മോശയ്ക്ക് 80 വയസ്സ് പ്രായം, അറൗണ്ട് 80 years. ഇതിനു മുൻപെങ്ങും ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടില്ല, ദൈവത്തിന്റെ തെയോഫനി കണ്ടിട്ടില്ല. നിയോഗത്തോടെ ജനിച്ച മനുഷ്യൻ, സാഹചര്യങ്ങൾ മുഴുവൻ വിപരീതമായിരുന്നിട്ടും ആ വിപരീത സാഹചര്യത്തിനിടയ്ക്ക് ജീവൻ വെച്ച് വളർന്ന ഒരു മനുഷ്യൻ. കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളൊക്കെ, ആ തരപ്പടിയിലുള്ളവരെല്ലാം, ആ സമപ്രായക്കാരെല്ലാം നൈൽ നദിയിൽ വീണ് ജീവൻ പൊലിഞ്ഞു പോയപ്പോൾ ഇവിടെ ഒരേ ഒരുവൻ മാത്രം ജീവൻ ശേഷിപ്പിച്ചു, അതും ഒരു ദൗത്യത്തോടെ. മാത്രമല്ല, ദൈവത്തിന്റെ കൃത്യമായ ഇടപെടൽ ടൈമിനകത്ത്, സെക്കൻഡുകൾ ടൈമിനകത്തുണ്ടായി. മരിക്കേണ്ട നൈൽ നദിയിൽ എറിയപ്പെട്ട് തീർന്നു പോകേണ്ടി ഒരുവൻ 3 മാസക്കാലം ഒളിപ്പിച്ചു വെക്കപ്പെടുകയും പിന്നീട് ഫറവോന്റെ കൊട്ടാരത്തിൽ വളരുകയും, നിയമം എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ വളരുകയും ചെയ്തു. അതും ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ആദ്യത്തെ 40 വർഷം മരുഭൂമിക്കകത്ത് വളർന്നു. ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിനകത്ത് വളർന്നു. അടുത്ത 40 വർഷം മരുഭൂമിക്കകത്ത് ജീവിച്ചു, അമ്മായിയപ്പന്റെ ആടുമായി. സ്വന്തമായി ഒരു ആട് പോലും ഇല്ലാതെ 80-ാമത്തെ വയസ്സിൽ കൊട്ടാരത്തിനകത്ത് ജീവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് 40-ാമത്തെ വയസ്സിൽ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് 80-ാമത്തെ വയസ്സിൽ സകലവും നഷ്ടപ്പെട്ടവനായി. ചോദിച്ചാൽ ഒരു കുടുംബവും മക്കളുമല്ലാതെ മറ്റൊന്നുമില്ല. തീറ്റുന്ന ആ മേയ്ക്കുന്ന ആട് പോലും അമ്മായിയപ്പന്റെ ആടെന്ന പേര്. ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ആ മനുഷ്യനെ നോക്കിയിട്ട്, ഹല്ലേലൂയ, ആ മനുഷ്യനെ നോക്കിയിട്ട് പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു കാഴ്ച.
പാഴായിപ്പോയ ജന്മം, ആർക്കും വേണ്ടാത്ത ജന്മം, എല്ലാം തീർന്നുപോയി, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ ജന്മം, നിയോഗത്തോടെ ജനിച്ച മനുഷ്യൻ, പക്ഷെ എല്ലാം നിയോഗവും പാഴായിപ്പോയ മനുഷ്യൻ, വളരെ വ്യക്തതയോടെ ജനിച്ച മനുഷ്യൻ, പക്ഷെ എല്ലാം തകർന്നുപോയ മനുഷ്യൻ, എല്ലാം തകർന്നുപോയ മനുഷ്യൻ 80-ാമത്തെ വയസ്സിൽ നിരാശനായി, നിരാലംബനായി, ആരും സഹായിക്കാനില്ലാതെ, ദൗത്യത്തിന് മോഹഭംഗം വന്ന് സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടവനായി ഹോരേബിന്റെ പാറയുടെ മുകളിൽ ഇരിക്കുമ്പം അവിടെ ദൈവം പ്രത്യക്ഷനാകിയ കുഞ്ഞെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം എന്താ നിനക്ക് കൊട്ടാരത്തിൽ പ്രത്യക്ഷനാകാത്തത്? ദൈവം എന്താ കഴിഞ്ഞ 40 വർഷങ്ങൾ ഇത്രോമിന്റെ അമ്മായിയപ്പന്റെ വീട്ടിൽ പ്രത്യക്ഷനാകാത്ത? ഇല്ല, ദൈവത്തിന്റെ ടൈം. ദൈവം നിന്നെ പാകപ്പെടുത്തി എടുക്കുകയായിരുന്നു. ദൈവം നിന്നെ പരുവപ്പെടുത്തി എടുക്കുകയായിരുന്നു. കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. ഇവിടെ കർത്താവ് നിന്നെ ഒരുക്കി. 80-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത, ദൈവം പ്രത്യക്ഷനായി. അത് ഹെഡിങ്ങാ. മുൾപ്പടപ്പ് കത്തുന്നു, പക്ഷെ വെന്തുപോകാത്ത ഒരു വലിയ കാഴ്ച. മോശെ അടുത്തു ചെന്നു. അടുത്ത് ചെല്ലുമ്പോ മോശെ എന്ന് വിളിച്ചതിന് ശബ്ദം കേൾക്കുക. അടിയനിതാ, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, ചെരുപ്പ് കാലിൽ നിന്ന് അഴിച്ചു കളക. പറഞ്ഞത് അതുപോലെ കേട്ടനുസരിച്ച മോശ ഇനി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരാലംബനായി, ആശയറ്റവനായി, എല്ലാ പ്രതീക്ഷയും തകർന്ന് പാഴായിപ്പോയ ജന്മം, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ദുഃഖത്തിന്മേൽ ദുഃഖം വഹിച്ച്, വേദനയുടെ പുറത്ത് വേദനയും വഹിച്ച് നീ ആയിരിക്കുന്നുവെങ്കിൽ ഉറപ്പോടെ പറയാം, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉറപ്പോടെ പറയാം, നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല. നിന്നെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുക, നിന്നെ പരുവപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ വേദന അനുഭവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ് നിന്നോട് തന്നെ പറയുക, ദൈവം നിന്നെ പരുവപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുക. ദൈവം നിന്നെ പാകപ്പെടുത്തുകയായിരുന്നു. നീ ചിന്തിച്ചില്ലേ ആർക്കും വേണ്ടെന്ന്? അല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ കഴിഞ്ഞ 40 വർഷം നീ കൊട്ടാരത്തിലായിരുന്നപ്പം, അതിനുശേഷമുള്ള 40 വർഷം നീ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ, നിന്റെ വീഴ്ചകളിൽ, നിന്റെ താഴ്ചകളിൽ, നിന്റെ ഉയർച്ചകളിൽ, നിന്റെ കൊട്ടാര ജീവിതത്തിൽ നിന്റെ കൂടെ, നിന്റെ പുറകിൽ ഒരു കണ്ണായി നിന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം നിന്നെ കൈവിടാതെ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും തമ്പുരാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക കുഞ്ഞെ. ദൈവം തമ്പുരാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. എങ്ങനറിയാം? ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വസ്തുതയുണ്ട്. ഇയ്യോബിനെ കുറിച്ച് തമ്പുരാൻ പറയുക, ദൈവം തമ്പുരാൻ പറയുക, നീ പിശാചിനോട് ചോദിച്ചു, നീ അവന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? പിശാച് തിരിച്ചൊരു മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പറയുന്നേ, ഇയ്യോബിനും അവന് ചുറ്റും നീ വേലി കെട്ടിയിരിക്കുന്നു. ആരാ? ദൈവം തമ്പുരാൻ. ദൈവം തമ്പുരാൻ. കുഞ്ഞെ, നിനക്കും നിന്റെ ചുറ്റും, നിനക്കുള്ളതിന് ചുറ്റും ദൈവം തമ്പുരാൻ വേലി കെട്ടിയിരിക്കുന്നു. അവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. അവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം നോക്കുമ്പോൾ അവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നിന്നെ കൈവിടാത്ത കർത്താവ് കൂടെയുണ്ട്. നീ പോയ കാലങ്ങളെ വിട്ടുകളഞ്ഞേക്ക്. പണ്ടത്തതിനെ ഓർക്കണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ യഹോവ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുക. പുതിയതൊന്ന് ചെയ്യുക. കർത്താവ് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. കർത്താവ് നിന്നെ നടത്തുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സർവ്വ പേരെയും ആത്മാവിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വചനം കൊണ്ട് ആത്മാവിൽ ഹൃദയത്തെ ഉറപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് പരുവപ്പെടുത്തി പാകപ്പെടുത്തി എടുക്കും. ദൈവം മറന്നതല്ല. തകർന്ന സ്വപ്നങ്ങളെ പണിയാൻ ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ ടൈം, ആ ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ ഇടപെടൽ, ഞാനാകുന്നതിന്റെ ഇടപെടൽ, മുൾപ്പടപ്പ് കത്തുന്ന വിന്തു പോകാത്ത കാഴ്ച കാണാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന നിന്നെ കാലിലെ ചെരിപ്പ് പോലും ഇല്ലാതെ, അശുദ്ധിയുടെ കളങ്കമില്ലാതെ, അതേ അശുദ്ധിയുടെ ഒന്നുമില്ലാതെ മാറ്റി നിർത്തി പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരത്തിനോട് കൂടിയിരിക്കുന്നു. ആത്മാവിൽ ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാവരെയും അനുഗ്രഹിച്ച് തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സകല മാനമോഹത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ ചിറകിന്റെ മറവിൽ നമുക്ക് മറയാം. ഗോഡ് ബ്ലസ് യു. വാക്ക് വിത്ത് ജീസസ്. താങ്ക് യു സോ മച്ച്.